അതെ വിവേക് എനിക്കൊരു തോർത്ത് തരും. ഞങ്ങളാരും കുളിക്കില്ല, പുള്ളി കുളിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഒരു ധ്വനി അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ നിവിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച് കഴിഞ്ഞു. അതിനകത്ത് മൊത്തം ടെററാണ് അമ്മ. എൻ്റെ മേക്കപ്പ് ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ വയസ്സായ ഒരു കിളവി അവിടെ മോക്ഷം തേടി അവിടെ വന്നു. അമ്മ നന്മയാണ്, സ്നേഹമാണ്, വേണ്ടി വന്നാൽ ഉപദേശിക്കും, വഴക്കു പറയും. ഇതൊക്കെയാണെങ്കിലും സെലിബ്രിറ്റി പ്ലേലിസ്റ്റിൽ ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന അമ്മ പൊളിയാണ്, തഗ്ഗാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. മഞ്ജുപ്പിള്ള അമ്മ എന്ന് പറഞ്ഞാലേ നോർമലി നമ്മൾ പല സിനിമകളിലും അമ്മമാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ അമ്മയ്ക്ക് ക്യാരക്ടറുണ്ട്. കുറേ നാൾ അമ്മ ആക്ച്വലി മലയാള സിനിമയിൽ കുറച്ച് അമ്മ ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കുറവായിരുന്നു. അതെ, ന്യൂ ജനറേഷൻ മൂവീസിലും അമ്മമാരും അപ്പന്മാരും ഒന്നും ഇല്ല എന്നുള്ളൊരു. എല്ലാവരും ചോദിച്ചു അയ്യോ ഭയങ്കര ഇങ്ങനെയൊക്കെ ചെയ്യണോ, കുറച്ച് ഏജ് ക്യാരക്ടേഴ്സൊക്കെ ചെയ്യണോ. ഞാൻ പറഞ്ഞു അമ്മ വേണ്ടേ, മലയാള സിനിമയ്ക്ക് അമ്മ വേണ്ടേ. അങ്ങനെ നമ്മൾ മാറിയിരുന്നിട്ട് കാര്യം. പക്ഷെ അമ്മയാണെങ്കിൽ പോലും എനിക്കെന്തെങ്കിലും ആ സിനിമയിൽ എന്തെങ്കിലും പണ്ടും അതെ കേട്ടോ, ഞാൻ പണ്ടും സിനിമ ചെയ്യുമ്പോൾ എന്തെങ്കിലും അതിനകത്ത് ഉള്ള ഒരു നാളൊരു കാലത്ത് ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ലോകം ഓർക്കണം അല്ലേ, അന്ന് അതിൽ മഞ്ജു ഭയങ്കരമായിരുന്നു, രസമായിരുന്നു എന്ന് പറയണം. അല്ലെങ്കിൽ മഞ്ജു നല്ല ക്യാരക്ടർ ചെയ്തതെന്ന് പറയണം. ഞാൻ അങ്ങനെയുള്ള അമ്മമാരെ സെലക്ട് ചെയ്യാറുള്ളൂ. അമ്മ റോൾസ് വേറെ നമുക്ക് വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ആക്ച്വലി ടീച്ചറിലൊരു അമ്മയാണ്. ടീച്ചർ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അതൊരു വേറെ അമ്മയാണ്. ആക്ച്വലി ഉള്ളിൽ സ്നേഹം ഉണ്ടാവും, അത് ലാസ്റ്റ് സീനിൽ മനസ്സിലാവും. കാരണം മകനെ അടിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്, നല്ലൊരു അടി കൊടുത്തിട്ട് പിന്നെ അവനെ ചേർത്ത് പിടിച്ച് കരയാണ്. അതിരനൊക്കെ ഡയറക്റ്റ് ചെയ്ത വിവേകാണ് ഈ മൂവിയുടെയും ഡയറക്ടർ, ടീച്ചറിൻ്റെ. അപ്പം അന്ന് വിവേക് വിളിച്ച് ഞാൻ അതിരൻ്റെ ഡയറക്ടറാണെന്ന് പറഞ്ഞപ്പം തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇവർ മുണ്ടും ബ്ലൗസുമാണ് ഇവരുടെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടില്ല. ആക്ച്വലി വൾഗാരിറ്റി കൊണ്ടല്ല, ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. സോ ഞാൻ പറഞ്ഞു വിവേക് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ പറഞ്ഞു ചേച്ചി ഒരു തോർത്തിൻ്റെ പേരിൽ ചേച്ചി നല്ലൊരു. അതെ, ഞാൻ പറഞ്ഞു ഇല്ല വിവേക് ഞാൻ ആക്ച്വലി ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ ചേച്ചിയുടെ കംഫർട്ടാണ് വലുത്, ചേച്ചി ആലോചിച്ച് പറഞ്ഞാൽ മതി. വേണ്ട ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. വിവേക് ഇപ്പം നേരിട്ട് വന്നു സംസാരിക്കാൻ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് ക്യാരക്ടർ വിടാൻ തോന്നുന്നില്ല. കാരണം ഡിഫറെൻ്റ് ആണ് ഈ ക്യാരക്ടർ, കുറച്ച് ബോൾഡാണ്, ബീഡിയൊക്കെ വലിക്കും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ പിറ്റേ ദിവസം ഒരു 10-11 മണിയായപ്പം വിവേകിനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ വിവേക് എനിക്കൊരു തോർത്ത് തരും. തോർത്തിൻ്റെ പേര് ഞാൻ പോകുന്നില്ല, ഒന്ന് തരുമോ ഞാൻ ആക്ച്വലി. അപ്പോൾ പറഞ്ഞു ഓക്കെ ചേച്ചി വാ, എന്തായാലും ചേച്ചി ഇത് ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നും വരില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിവേകിന് മറ്റേ ഒരാൾ നോക്കുമ്പോൾ അയാൾക്ക് തിരിച്ചുള്ള നോട്ടം ഞാൻ അങ്ങനെ കൊടുത്താൽ പോരെ, ആ ക്യാരക്ടർ അങ്ങനെ കൊടുത്താൽ പോരെ. അങ്ങനെയാണ് ഞാൻ ആ ക്യാരക്ടർ ചെയ്യുന്നത്. പല ആക്ടേഴ്സും തന്നെ അമ്മവേഷം കെട്ടാനായിട്ട് ഒരുപാട് മടിക്കുന്ന സമയത്താണ് നമ്മൾ അങ്ങനെ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മവേഷം കെട്ടി. ഞാനിപ്പോൾ നിവിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച് കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ ഡബ്ബിങ് ഉണ്ടായിരുന്നു, നിവിൻ പോളിയുടെ അമ്മയായിട്ട്. അത് അമ്മയുടെ പ്രത്യേകത എന്താണ്? അതിൽ ഓട്ട് നിൽക്കുന്ന അമ്മയാണ്. കാരണം ഈ അമ്മ ഭയങ്കരമായിട്ട് പശുവിനെ കറന്നും ഒക്കെ വെക്കുന്ന, അതിന് ഓപ്പോസിറ്റായിട്ടൊരു തല്ലിപ്പൊളി മകനും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതിനകത്ത് മൊത്തം ടെററാണ് അമ്മ. ഓരോ അമ്മയ്ക്ക് അതിൻ്റെതായ ഒരു പ്രത്യേകത. അതെ, അതിൽ ടെറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മടുത്ത് അങ്ങനൊരു ഇതാണ്, എന്ത് പറഞ്ഞാലും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഫാലിമി എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും രസകരമായത് അതിൻ്റെ കാസ്റ്റിംഗ് തന്നെയാണ്. മഞ്ജു പിള്ള, ഒരുപാട് കഥകൾ പറയാൻ സാധിക്കുന്ന ബേസിൽ ഒരുപാട് കഥകളുള്ള ജഗദീഷ് ഏട്ടൻ. ഈ 3 പേരിൽ കോംബോയിൽ എപ്പോഴാണ് നിങ്ങൾക്ക് സിനിമ ഷൂട്ട് ചെയ്യാൻ അവസരം ഉണ്ടായത്, അല്ലെങ്കിൽ സമയം കിട്ടിയോ സിനിമ ഷൂട്ടിങ്? അയ്യോ തീർച്ചയായിട്ടും. ഞങ്ങൾ ആക്ച്വലി ഇതിൻ്റെ ഒരു മൂവി ഷൂട്ടെന്ന് പറയുന്നത് 1 വർഷമായി. കഴിഞ്ഞ നവംബറിലായിരുന്നു ഇതിൻ്റെ ഷൂട്ട്. സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ഞങ്ങൾക്ക് രാജസ്ഥാനിലായിരുന്നു. അവിടുത്തെ ക്ലൈമറ്റും ഒക്കെ ഭയങ്കര മോശമായിരുന്നു. പകലൊക്കെ ചൂടാണ്. അതായത് ഞങ്ങൾക്ക് വഴിയിൽ പെട്ടുപോയിട്ട് വഴിയിലുള്ള സീക്വൻസുകളാണ് എടുത്തത്. അപ്പോൾ നല്ല റോഡാണ്, ടാറിട്ട റോഡ്, നല്ല റോഡാണ്. ഉച്ചയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് പൊള്ളും. അത് വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. അപ്പോൾ അവിടെ മിക്കവാറും 6-7 മണിയാകുമ്പോൾ പാക്കപ്പാണ്. അവിടുന്ന് നേരെ ഒരു 10-12 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വാരണാസിക്ക് പോയി. വാരണാസി പോയപ്പോൾ അവിടെ ഭയങ്കര തണുപ്പ്, രാത്രിയും പകലും തണുപ്പ്. അവിടെ ഫുള്ള് നൈറ്റ് ഷൂട്ടായിരുന്നു. ഏകദേശം 11 മണി മുതൽ ഞങ്ങൾക്ക്
രാവിലെ ഒരു 10-11 മണി മുതൽ സ്റ്റാർട്ട് ചെയ്താൽ വെളുപ്പിന് 3-4 മണി വരെ ഞങ്ങൾക്ക് ഷൂട്ടായിരുന്നു. വാരണാസിയിൽ റിക്ഷകളിലാണ് ഞങ്ങൾ ലൊക്കേഷനുകളിൽ പോയിക്കൊണ്ടിരുന്നത്. കാറൊന്നും പോവില്ല, നടന്നും. വാരണാസിയിലേക്ക് ഘാട്ടുകളുണ്ട്. ഘാട്ടെന്ന് പറഞ്ഞാൽ ഈ കൽപ്പടവുകൾ ഓരോരോ ഘാട്ടുകളിലാണ്. അപ്പം അടുത്താണ് ഞങ്ങൾക്ക് ഷൂട്ട്. അപ്പം അതിന് തൊട്ടടുത്തുള്ള ഒരു കൊച്ചു ഹോട്ടലിലായിരുന്നു ഞങ്ങളെല്ലാവരും താമസിച്ചത്. നമുക്ക് അല്ലാതെ നിവർത്തിയില്ല, ഹോട്ടൽസ് ഒന്നും ഇല്ല അവിടെ ഇല്ല. അപ്പം അവിടെ ഉള്ളതിൽ നല്ലൊരു ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. അവിടുന്ന് നടന്നും റിക്ഷകളിലും ഒക്കെ ആയിട്ടാണ്. പിന്നെ ഒരു ആദ്യത്തെ ദിവസമൊക്കെ ആയിരുന്നു റിക്ഷയിലൊക്കെ. പിന്നെ ഞങ്ങൾക്ക് ശീലമായി. അതുകൊണ്ട് ചേച്ചി ഈ സീനിലില്ല എന്ന് പറയുമ്പോൾ നേരെ നടന്ന് റൂമിലേക്ക് പോകും. കാരണം നമ്മളവിടെ ആരും അറിയുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ മേക്കപ്പ് ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ വയസ്സായ ഒരു കിളവി അവിടെ മോക്ഷം തേടി അവിടെ വന്നു എന്നേ നാട്ടുകാർ വിചാരിക്കുള്ളൂ. അങ്ങനെയുള്ള ഇതായിരുന്നു. പിന്നെ നൈറ്റിലും ഒക്കെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്, കൊടും തണുപ്പാണ്. പാവം നമ്മുടെ അപ്പൂപ്പനെ അതിനകത്ത് ഗംഗയിൽ ഈ നല്ല കൊടും തണുപ്പിൽ പുള്ളി കുളിക്കുമായിരുന്നു. പുള്ളി ഗംഗയിൽ മുങ്ങി കുളിക്കുമായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, നിങ്ങൾ പറഞ്ഞ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളാരും കുളിക്കില്ല, പുള്ളി കുളിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഒരു ധ്വനി അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. അല്ല, അദ്ദേഹം ഗംഗയിൽ മുങ്ങി കുളിക്കുമായിരുന്നു, പക്ഷെ മുങ്ങുമ്പോൾ തണുപ്പുണ്ടായിരുന്നില്ല എന്നും പൊങ്ങി വരുമ്പോഴാണ് തണുപ്പുണ്ടായിരുന്നതെന്നും പറഞ്ഞു കേട്ടു. പൊങ്ങുമ്പോഴും തണുപ്പില്ല, അവിടുന്ന് വെളി ഇറങ്ങി നിന്നപ്പോഴാണ് തണുപ്പ് പുള്ളിക്ക് തോന്നിയത്. പക്ഷെ ഞങ്ങൾ അപ്പം തന്നെ ഈ പൊതപ്പിക്കൽ, ചൂടുവെള്ളം ഒഴിച്ചു, കാപ്പി അങ്ങനെയൊക്കെ കൊടുത്തു. കാരണം അദ്ദേഹത്തിൻ്റെ ഏജും കൂടെ നോക്കണമല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നൈറ്റ് ഷൂട്ടൊക്കെ ഉണ്ട്. നൈറ്റ് ഷൂട്ടിൽ കണ്ടിന്യൂസ് നൈറ്റ് ഷൂട്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഈ ഷോട്ടിന് തൊട്ടും ഇങ്ങനെ പൊതച്ച് തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ പൊതച്ച് ഇങ്ങനെ എന്നിട്ട് ഓക്കെ ചേച്ചി റെഡി ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ സാധനം എടുത്ത് മാറ്റിയിട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ പറയല. നല്ല തണുപ്പായിരുന്നു രാത്രിയിൽ. ഈ എനിക്ക് പലപ്പോഴും കൗതുകം തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞാലേ നമ്മൾ ഷൂട്ടിന്റെ സമയത്ത് നമുക്ക് ആ വിറയലൊക്കെ അവിടെ പോകും. കറക്റ്റ് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറയുമ്പോഴത്തേക്കും വിറയലൊക്കെ പമ്പ് കിടക്കും. അത് ഈ നമ്മൾ ആർട്ടിസ്റ്റുകൾ അങ്ങനെയാണ്. ആക്ച്വലി നമ്മളുടെ ജോലിയാണ് എന്ന് നമുക്കൊരു മനസ്സിലൊരിതുണ്ടെങ്കിൽ നമ്മൾ എന്ത് സിറ്റുവേഷനും തണുപ്പും മാറി കിട്ടും. പിന്നെ ഉറപ്പായിട്ട് ഇപ്പോൾ ഹോമിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും അമ്മയായിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ട് അഭിനയിക്കുന്ന സമയത്ത് ഒരു മേക്കപ്പ് പോലും ഇല്ല അല്ലേ? അപ്പൊ സങ്കടം തോന്നുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ക്യാരക്ടറിന് വേണ്ടിയിട്ടല്ലേ. ഒന്നാമത് ഒരുപാട് മേക്കപ്പ് ഇട്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ആക്ച്വലി ഇപ്പം തന്നെ ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത് എൻ്റെ എന്തെങ്കിലും വേണ്ട. അല്ലെങ്കിൽ പലരും ഞാൻ മേക്കപ്പ് ഇല്ലാതെ കണ്ടു തുടങ്ങും. ഇപ്പം മനോരമയിലെ ഒരു ചിരി ഇരുചിരിയിൽ ഫുൾ മേക്കപ്പാ. അപ്പോൾ ഒന്നാമത് അങ്ങനെ മേക്കപ്പ് ഇട്ട് എനിക്ക് തൃപ്തിയായി. എൻ്റെ എന്താ പറയുക, അതുവരെ അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പം എന്നെ ഈ മേക്കപ്പിൽ കണ്ടിട്ട് ആൾക്കാർ എന്താ വയ്യേ, എന്തെങ്കിലും അസുഖമാണോ, ഹോസ്പിറ്റലായിരുന്നോ, കിടപ്പിലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങുന്നതുകൊണ്ട് ഞാൻ അത്യാവശ്യം കണ്ണെഴുതിയാൽ മറ്റേ കരിക്കലത്തിനകത്ത് തലയിട്ട പോലെ ആയിപ്പോവും. കണ്ണെഴുതി കഴിഞ്ഞാൽ ഞാൻ ഓർക്കത്തില്ല, ഇങ്ങനെ കണ്ണ് തിരുമ്പും. അപ്പോൾ മൊത്തത്തിൽ മുഖത്തൊക്കെ ആവും. അതുകൊണ്ട് ആകെ ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രം എവിടെയെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ എഴുതാത്തോണ്ടായിരിക്കും ചോദിക്കുന്നത്. മേബി ഞാൻ അതെങ്കിലും വേണ്ടതെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് ഇടുന്നത്. അതും ചിലപ്പോൾ ഞാൻ ഇടാറില്ല. ഒരു ലിപ് ബാം മാത്രം ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഫാഷൻ അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഡേറ്റഡ് ആണ് നമ്മൾ. പക്ഷെ പണ്ടത്തെ അതും ഇതും വെച്ചാൽ കമ്പയർ ചെയ്യുമ്പോഴേ ഇതാണ് നമ്മൾ പറയുന്നുണ്ടല്ലോ മലയാള സിനിമയിൽ ഇപ്പോൾ സ്റ്റൈൽ കോസ്റ്റ്യൂമിൻ്റെ മാറി തുടങ്ങിയെന്ന്. ഇല്ല, മലയാള സിനിമയിൽ നാച്ചുറാലിറ്റിയാണ് ഇപ്പോൾ പിടിക്കുന്നത്. ഭയങ്കര ഹൈ ബോളിവുഡ് പോലത്തെ ഒരു ഇതില്ലല്ലോ നമുക്ക്, സ്റ്റൈലില്ല നമുക്ക്. പക്ഷെ അതിൻ്റെ ഒരു സ്റ്റൈലാണ് മാറിയത്. ഫാഷൻ ഇപ്പം എന്താ പറയണ്ടേ, ഈ ലൂസ് സംഭവങ്ങളൊന്നുമില്ല, ഇച്ചിരി സ്റ്റൈലായിട്ട് ഒതുങ്ങി അതിൻ്റെതായ രീതിയിലൊക്കെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ആക്ച്വലി ഫാലിമീനെ പറ്റി നമുക്ക് കുറച്ചുകൂടെ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഫാലിമി മൂവി തലതിരിഞ്ഞ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ട് ഫാലിമി ആയി മാറിയതാണ്. ഫാലിമി എന്ന് പറഞ്ഞ മൂവി ഇപ്പം കണ്ടവർക്ക് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ കുടുംബങ്ങൾ, എല്ലാ കുടുംബം എടുത്തു നോക്കിയാലും ഒരു 90-95% അല്ല സോറി ഒരു 5% ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ഫാമിലി എന്ന് പറയാൻ പറ്റില്ല. അത്രയും പോലും ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മനസ്സമാധാനത്തോടെ അങ്ങനെ ഉണ്ട്. മനസ്സമാധാനമുള്ള കുടുംബങ്ങളുണ്ടോ എനിക്കറിയില്ല. അതെ, ശരിക്കും 5-10% അതെ, അങ്ങനെ തോന്നിയിട്ടുള്ളൂ. ബാക്കി 90% അല്ലെങ്കിൽ 95% പ്രശ്നങ്ങളുള്ള ഫാമിലി തന്നെയാണ്. നമുക്കും ഉണ്ട് പ്രശ്നങ്ങൾ, മഞ്ജുനും ഉണ്ടാകും പ്രശ്നങ്ങൾ. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താ, ആ ഫാമിലി തകർന്നു എന്നല്ല.
അതെ. ആ ഫാമിലി പിന്നെയും ജീവിക്കും. ഉം. ആ ഫാമിലി പ്രശ്നങ്ങളും വഴക്കും കാര്യങ്ങളും ഇണക്കങ്ങളും ഒക്കെ ആയിട്ട് പിന്നെയും ജീവിക്കും. ഉം. പക്ഷെ ആ ഫാലിമി ഒരു യാത്ര പോകുന്ന ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു മൂവിയാണ് ഫാലിമി. അതെ. ഓക്കെ. ഈ ട്രിപ്പ് അല്ലാതെ ഇപ്പൊ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു ട്രിപ്പ് അല്ലാതെ പിന്നെ നമ്മളുടെ ഒരു ട്രിപ്പിന്റെ ഒരു ചോയ്സ് എങ്ങനെയാണ്? അങ്ങനെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമില്ല. കുറച്ച് കാമൻ കോയിട്ടായിട്ടുള്ള ഏത് സ്ഥലത്ത് പോകാനും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോകാനാണ്. ഓക്കെ. ഇപ്പൊ ചാർധാം പോയതും എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ്. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഓക്കെ. കുറച്ച് ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. ഓക്കെ. സിനിമയിൽ നിന്നല്ലാതെ, സിനിമയിൽ നിന്നും ഉണ്ട്, ഓക്കെ. സിനിമയിൽ നിന്നല്ലാതെ എനിക്കൊരു 3-4 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുമായിട്ടാണ് ഞാൻ കൂടുതലും ട്രാവൽ ചെയ്തിട്ടുള്ളത്. ഡിംപിൾ, ദേവി, മായ, അങ്ങനെ അവരുമായിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ളത്. സിനിമയിൽ ഞാനും രശ്മി ബോബനും ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞാൽ പൊരുത്തം സിനിമയിലൂടെ വന്ന് ഭൂതക്കണ്ണാടിയിൽ ദുബായിലല്ലേ അവളിവിടെ ഉണ്ട്. ഓക്കെ. ഞങ്ങൾ 10, 25, 30 വർഷമായിട്ടുള്ള ഫ്രണ്ട്സാണ് ഞങ്ങൾ 3 പേരും. ഓക്കെ. ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ യാത്രകൾ പോവും. അതുമല്ലാതെ ഇപ്പോൾ ലവ്ലീസ് ഓഫ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേനക ചേച്ചി ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ലവ്ലീസ് ഓഫ് ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്തെ 90s 80s ലവ്ലീസ്. ഓക്കെ. മേനക ചേച്ചിയുണ്ട്. അതാണോ രാധയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ കണ്ടത്? അംബിക ചേച്ചിയുണ്ട്, രാധ ചേച്ചിയുണ്ട്, ജല ചേച്ചിയുണ്ട്, കാർത്തിക ചേച്ചിയുണ്ട്, വനിത ചേച്ചിയുണ്ട്. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞാനുണ്ട്, പ്രവീണയുണ്ട്, ബിന്ദുജയുണ്ട്, ചിപ്പിയുണ്ട്, ശ്രീലക്ഷ്മിയുണ്ട്, സുചിത്രയുണ്ട്. അടിപൊളി. പഴയ സുചിത്ര. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി 10-13 പേരുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ ട്രാവൽ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ചെറിയ ചെറിയ ഗെറ്റ് ടുഗദർ നടത്താറുണ്ട്. ഓക്കെ. അപ്പോൾ എവിടെയെങ്കിലും ഒരു ട്രാവലിന് അപ്പൊ അടുത്ത് തന്നെ ആ ഒരു ഗ്യാങ്ങിന്റെ ഒരു യാത്രയുണ്ട്. ലവ്ലീസ് എല്ലാവരും കൂടെ. എന്താണെന്നറിയോ, നമ്മളല്ലേ ഇപ്പൊ അവരാരും അധികം വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. ഓക്കെ. ഇനി നമുക്കൊരു ഒരു ചിന്ന ഗെയിം നടത്തിയാലോ? മഞ്ജു ചേച്ചി അഭിനയിച്ചിട്ടുള്ള പഴയ സിനിമകൾ എടുത്ത് നോക്കിയാൽ അതിന് ഞാനൊന്ന് തിരിച്ചിട്ട് പറയട്ടെ. അത് ഏതാന്ന് പറയാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് നോക്കാം. അത് വേണമെങ്കിൽ നോക്കാം. പെൺമു തുമ്മേഴമ്മ. എന്ത്? പെൺമു തുമ്മഴമ്മ. കാറ്റത്തൊരു പെൺപൂവ്. പെൺമു തുമ്മഴമ്മ. മഴയത്ത് മുമ്പ്. ഓ, അതെങ്ങനെ കിട്ടി? ആദ്യത്തെ ഇത് മാത്രം വായിക്കത്. പെൺമു മുൻപേ. വെരി ഗുഡ്. അങ്ങനെ കണ്ടുപിടിക്കാവുന്നതാണ്. ഹേയ് യജ 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 ജയ് 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 ഹേ. അതെന്തൊരു ഈസിയല്ലേ? ഓക്കെ. വു പുൻപേ രുത്തൊറ്റക്ക. എന്താണ്? വു പുൻപേ രുത്തൊറ്റക്ക. അവിടെ നിന്ന് വായിച്ചു നോക്ക്. വു പുൻപേ. കാറ്റത്തൊരു പെൺപൂവാ. ബിലാക്കോ. 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 കൊലീബയോ? അച്ചി. ബിലാക്കോ. കോ കോ ബിലാക്കോ. കോ ബി ലാ കോ. ബി ബി അല്ല കൊച്ചെ, ബി ആണത്. അതെനിക്ക് തുടക്കത്തിൽ ഉമ്പി വരുന്നില്ല. രസമുണ്ട്, പക്ഷെ ഞാൻ ഇത്രയും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് നമുക്കത് വിട്ടുപിടിക്കാം. നമുക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങളും സമ്മാനങ്ങളും ഒക്കെ കിട്ടിയതൊക്കെ ടെലിവിഷനിൽ നിന്നാണ്. സോ ടി വി ഓർ സിനിമ എന്ന് ചോദിച്ചാൽ ബോത്ത്. ഓഫ് കോഴ്സ് ബോത്ത്. ഞാനിപ്പോൾ അങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആക്ച്വലി സീരിയൽ എന്ന് പറയുന്ന ഒരു ഇത് നിർത്തിയിട്ട് ഏകദേശം 15 വർഷത്തിന് മേളിലായി. ഓക്കെ. മെഗാ സീരിയൽസ് അത് എനിക്ക് പറ്റാത്തൊരവസ്ഥയായതുകൊണ്ടാണ്. കാരണം സീരിയൽസിൽ കുറച്ച് പ്രശ്നങ്ങളുള്ളത്. ചില സമയങ്ങളിൽ നമ്മൾ പകൽ ഷൂട്ട് ചെയ്തിട്ട് പെട്ടെന്നൊക്കെ വിളിക്കും, ചേച്ചി നാളെ പോകേണ്ട എപ്പിസോഡ് ഡബ് ചെയ്തിട്ടില്ല. കാരണം അവർക്ക് എഡിറ്റ് ചെയ്ത് വരുന്നത് അങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഫ്രീ ആയിരുന്ന സമയത്ത് നമുക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ എൻ്റെ മോളുടെ വളർച്ച, അവൾ വളർന്നു വരുന്നു, ഇപ്പുറത്ത് സുജിത്ത് ബിസിയായി വരുന്നു, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പയ്യെ സീരിയൽസ്, മെഗാ സീരിയൽസ് വേണ്ടാന്ന് വെച്ചിരുന്നു. ഞാനിപ്പം സിനിമയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ. കാരണം കുറേ നാൾ ഞാൻ ടി വിക്ക് വേണ്ടി സിനിമ വേണ്ടാന്ന് വെച്ചിരുന്നു, മകൾക്ക് വേണ്ടി സിനിമ വേണ്ടാന്ന് വെച്ചിരുന്നു. ഇപ്പം മകൾ വലുതായി, അവൾക്ക് അവളുടേതായ ഒരിതായി. ഇപ്പോൾ പക്ഷേ ഞാൻ
സിനിമയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്തോ ഭാഗ്യത്തിന് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെ എനിക്ക് സിനിമയിൽ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. കറക്റ്റ് പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം എനിക്കിനി സിനിമയിൽ വരുന്ന നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് അമ്മ ക്യാരക്ടേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥിരം അമ്മ ക്യാരക്ടേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പണ്ടും ആഗ്രഹിച്ചിരുന്നതാണ്, വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന്. സോ ഞാനതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തീരുമാനിച്ചു.